ഈ തെരഞ്ഞെടുപ്പ് മങ്കടയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പോരാട്ട ഭൂമിയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ലീഗ് നേതൃത്വം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ, അല്ലെങ്കിൽ പാണക്കാട് തങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാനാർത്ഥിയെ മാറ്റുക എന്നുള്ള ചരിത്രം ലീഗിലില്ല. ലീഗിൽ തന്നെ ഒരു വിമതൻ വരുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ ചരിത്രം എന്താവും എന്നുള്ളത് മഞ്ഞളാംകുഴി കുറച്ച് ഭയക്കേണ്ടതുണ്ട് എന്നുള്ളത്. മങ്കടയിൽ വലിയ അത്ഭുതങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. മഞ്ഞളാംകുഴി തന്നെ അവിടെ നിന്ന് വീണ്ടും ജയിക്കാനുള്ള സാധ്യതയാണ് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. BJP ഒരുപക്ഷെ ജയിക്കാൻ പോലും സാധ്യതയുണ്ടായിരുന്ന സമയത്താണ് അവിടെ എല്ലാ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. സന്ദീപ് വാര്യർ പാർട്ടി വിടുന്നത്, അവിടെ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ആരോപണങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ, ലൈംഗിക ആരോപണങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടം വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമായിരുന്ന സ്ഥലം കൂടിയാണ് പാലക്കാട് നമ്മൾ ഇതിൽ കാണേണ്ടത്. രാജേട്ടാ നമസ്കാരം. നമസ്കാരം. രാജേട്ടാ, മങ്കടയിൽ കുന്നത്ത് മുഹമ്മദ് ലീഗ് വിമതനായിട്ടുള്ള ആളെയാണ് അവിടെ LDF സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ലീഗിൻ്റെ മഞ്ഞളാംകുഴി അലി തന്നെയാണ് മങ്കടയിൽ മത്സരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് പരിശോധിക്കേണ്ട മറ്റൊരു മണ്ഡലമാണ് പാലക്കാട്. പാലക്കാട് സെലിബ്രിറ്റി മണ്ഡലമാണ്. കാരണം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം മറ്റൊരു സെലിബ്രിറ്റി ആയിട്ടുള്ള രമേശ് പിഷാരടി വന്നിട്ടുണ്ട്. അപ്പോൾ മമ്മൂട്ടിയെ പോലെയൊക്കെയുള്ള വലിയ മഹാനായ ഒരു നടനെ വെറും ഒരു താഴ്ത്തിക്കെട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വില കളയുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് ആൻഡോ ജോസഫ് ഇന്നലെ കാണിച്ചത് എന്നും കൂടി പറയേണ്ടതുണ്ട്. കാരണം ജനഹൃദയങ്ങളിൽ സ്ഥാനമുള്ള ഒരു വ്യക്തിയാണ് മമ്മൂക്ക എന്ന് പറയുന്നത്. അപ്പോൾ ആ മമ്മൂക്കയെ ഈ രമേശ് പിഷാരടി നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് വീഡിയോ കോളിലെടുത്ത് അത് പത്രക്കാരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചത് ശരിയായിട്ടില്ല എന്നൊരു പക്ഷമുണ്ട്. കാരണം മമ്മൂട്ടിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയമില്ല. മമ്മൂട്ടിയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിനിമ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ പാലക്കാടും മങ്കടയും എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ ആദ്യം മങ്കട എടുക്കുന്ന സമയത്ത് അവിടെ വിജയസാധ്യത എങ്ങനെയാണ്? ഈ ലീഗ് വിമതന എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ അവിടെ? മങ്കടൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ പഴയ മങ്കടയും പുള്ള മങ്കടയും, മങ്കട പിന്നീട് റീകോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന കുറച്ചൊക്കെ ഭാഗങ്ങൾ മാറുമൊക്കെ, അതിർത്തികളൊക്കെ മാറിയിട്ടുണ്ട്. എങ്കിൽ പോലും അതൊരു അടിയുറച്ച ഒരു ലീഗ് മണ്ഡലമാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് നേരത്തെ മഞ്ഞളാംകുഴി അവിടെ മത്സരിച്ച് ജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. CPM സ്വന്തമായിട്ട് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. 2 തവണ മത്സരിച്ച സ്ഥലമൊക്കെ തന്നെയാണെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നേരത്തെ CPM കാരനായിരുന്ന മഞ്ഞളാംകുഴി അലി പിന്നീട് ലീഗുകാരനായിട്ട് വരികയും അദ്ദേഹം 2ാമത്തെ തവണയാണ് മങ്കടയിൽ മത്സരിക്കുന്നത്. ഇത്തവണ CPM സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ലീഗ് വിട്ട് അല്ലെങ്കിൽ ലീഗ് വിമതനായി സ്ഥാനാർത്ഥിയാവുന്ന ആളിനെ CPM പിന്തുണക്കുന്ന. അപ്പോൾ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടാലിയുണ്ട്. കാരണം രണ്ട് പാർട്ടിയിലുണ്ടായിരുന്ന രണ്ട് വിസ്മയങ്ങളാണ് ഈ ഇപ്പം മത്സരിക്കുന്നത്. പക്ഷേ മഞ്ഞളാംകുഴി അലി എന്ന ഒരു നേതാവിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഒരു MLA യുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അദ്ദേഹം വലിയ വിപുലമായ ബന്ധുബലം ഉള്ള ആളാണ് അവിടെ എന്നുള്ളതാണ്. പാർട്ടിക്കപ്പുറത്തേക്ക് അദ്ദേഹത്തിന് കുറച്ചധികം സ്വീകാര്യതയുള്ള ഒരാളാണ് എന്നുള്ളതാണ്. ഈ കുന്നത്ത് മുഹമ്മദും അതുപോലെ തന്നെയാണ്. അവർ വലിയ ബന്ധുബലമുള്ള ആളാണ്. അതുപോലെ ലീഗിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ലീഗ് വിമതനായി അദ്ദേഹം നിൽക്കാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത്, അല്ലെങ്കിൽ ഈ അദ്ദേഹം നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണച്ചിരിക്കുന്നത് ലീഗുകാർ തന്നെയാണ് എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് മങ്കടയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പോരാട്ട ഭൂമിയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പം മഞ്ഞളാംകുഴി നേരത്തെ 2 തവണ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച സ്ഥലമാണ്. 2ാമത് കഴിഞ്ഞ ടേമിലും അദ്ദേഹം അവിടെ മത്സരിച്ചു. ഇത്തവണയും അദ്ദേഹം അവിടെ മത്സരിക്കുന്നു. അപ്പോൾ ഇത്തവണ അദ്ദേഹം അവിടെ മത്സരിക്കരുത് എന്നുള്ളതായിരുന്നു ലീഗിൻ്റെ ഒരു വിഭാഗം നേതാവ്. കുന്നത്ത് മുഹമ്മദിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും ആവശ്യപ്പെട്ടിരുന്നത് മഞ്ഞളാംകുഴി അലി ഇത്തവണ മത്സരിക്കരുത്, അവിടെ മങ്കട മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ ലീഗ് നേതൃത്വം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ, അല്ലെങ്കിൽ പാണക്കാട് തങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാനാർത്ഥിയെ മാറ്റുക എന്നുള്ള ചരിത്രം ലീഗിലില്ല. അങ്ങനെയാണ് കുന്നത്ത് മുഹമ്മദ് അവിടെ വിമതനായിട്ട് വരികയും പിന്നീട് അദ്ദേഹം LDFൻ്റെ സ്ഥാനാർത്ഥിയായി വരികയൊക്കെ ചെയ്യുന്നത്. അപ്പം ഏറ്റവും അവസാനമായി പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കുന്നത്ത് മുഹമ്മദാണ്. അപ്പോൾ അവിടുത്തെ ഒരു രാഷ്ട്രീയ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പഞ്ചായത്തുകളെല്ലാം ഏറെക്കുറെ ഏറ്റവും സ്വാധീനമുള്ള UDFന് സ്വാധീനമുള്ളതാണ്. ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെയാണ്. പക്ഷേ ലീഗിൽ തന്നെ ഒരു വിമതൻ വരുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ ചരിത്രം എന്താവും എന്നുള്ളത് മഞ്ഞളാംകുഴി കുറച്ച് ഭയക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മഞ്ഞളാംകുഴി അലിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്കറിയാലോ. ഇപ്പോൾ ഈ 5ാം മന്ത്രി എന്ന് പറഞ്ഞ ഒരു വലിയ, അതായത് പിന്നീട് ലീഗിനെതിരെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രതിയോഗികൾ ഏറ്റവും കൂടുതൽ ആയുധമാക്കിയ ഒരു വിഷയമായിരുന്നു ഈ 3ാം മന്ത്രി എന്നുള്ള പറയാം. 4 മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. 5ാമത്തെ ഒരു മന്ത്രി കൂടി ആയത് മഞ്ഞളാംകുഴി അലി. അപ്പോൾ മഞ്ഞളാംകുഴി അലി ദീർഘകാലം CPM സഹയാത്രികനായിരുന്നു. CPMൻ്റെ ഉന്നതരായ എല്ലാ നേതാക്കന്മാരുമായിട്ട് അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. പിന്നെ ചില റിയൽ എസ്റ്റേറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള ചില തർക്കങ്ങളിലാണ് അദ്ദേഹം പാർട്ടിയോട് വിട പറയുകയും പിന്നീട് ലീഗ് ക്യാമ്പിലേക്ക് ചെല്ലുകയും ഒക്കെ ചെയ്തു. പക്ഷേ തുടർന്നും അദ്ദേഹം MLA ഒക്കെ ആയി വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണും. രാഷ്ട്രീയപരമായിട്ട് ചുവടുമാറ്റങ്ങൾ ഉണ്ടായെങ്കിൽ
പോലും അദ്ദേഹത്തിന് വീണ്ടും MLA ഒക്കെ തുടരാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പെരിന്തൽമണ്ണയിലായാലും ശരി, അതുപോലെ തന്നെ മങ്കടയിലായാലും ശരി, അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ജനസ്വാധീനമുണ്ട് എന്നുള്ളതിനാണ്. അപ്പം മങ്കടയിൽ വലിയ അത്ഭുതങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. മഞ്ഞളാംകുഴി അലി തന്നെ അവിടെ നിന്ന് വീണ്ടും ജയിക്കാനുള്ള സാധ്യതയാണ് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. കുന്നത്ത് മുഹമ്മദ് അല്ലാണ്ട് വ്യക്തിപരമായി അവിടെ വോട്ടുകൾ പിടിക്കാൻ വേണ്ടി കഴിഞ്ഞെങ്കിൽ മാത്രമേ, അത്ഭുതങ്ങൾ സൃഷ്ടിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് അട്ടിമറി വിജയം നേടാൻ കഴിയുള്ളൂ എന്ന് തന്നെയാണ് നമ്മളതിൽ പറയേണ്ടത്. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ചോദിച്ചോളട്ടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ UDF-നെ സംബന്ധിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിമതനായിട്ടുള്ള ഒരു വ്യക്തി ഈ ലീഗിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. സാധാരണ നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ള എന്താണ്, PK കുഞ്ഞാലിക്കുട്ടിയുടെ തീരുമാനം തങ്ങൾ പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ മൊത്തത്തിലുള്ള ലീഗിൻ്റെ തീരുമാനങ്ങൾ തങ്ങൾ തന്നെ തീരുമാനിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതായത് ഈ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഒരു അധികാര പരിധിയിൽ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനായിട്ട് തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? അത് നമ്മളിപ്പോൾ ഈ ഒരു പുതിയ സംഭവമല്ല, കുറച്ച് കാലങ്ങളായിട്ട് തങ്ങൾ കുടുംബം ചില തീരുമാനങ്ങൾ എടുക്കുന്നു. അത് കുഞ്ഞാലിക്കുട്ടിയും കൂടി അംഗീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ലല്ലോ. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ ഒരു നല്ല കെമിസ്ട്രി ഉണ്ടായിരുന്നു. രാഷ്ട്രീയപരമായ എന്ത് തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കുഞ്ഞാലിക്കുട്ടിയായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമേ അദ്ദേഹം കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു. അവർ രണ്ടുപേരും കറക്റ്റായിട്ട് ലീഗിനെ നിയന്ത്രിച്ച് കൊണ്ടുപോയിരുന്ന രണ്ട് നേതാക്കന്മാരായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും പാണക്കാട് തങ്ങൾ ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് എങ്കിൽ പോലും അത് സാങ്കേതികമായിട്ട് മാത്രമാണ് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഒരിക്കലും പാർലമെന്റ് രംഗത്തൊന്നും വരാൻ തയ്യാറാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബാർഗൈനിങ് ശക്തിയായിട്ടൊന്നും ഈ പാണക്കാട് തങ്ങൾമാർ ഒരിക്കലും വന്നിരുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം തൊട്ടാണ് ഈ കുറച്ചും കൂടി പൊളിറ്റിക്കലി ഉള്ള തീരുമാനങ്ങളൊക്കെ ഇൻവോൾവ്മെന്റ് കുറച്ചും കൂടി അധികം ഇതിലൊക്കെ ഇടപെടാനും ഒക്കെ തയ്യാറാവുന്നു. മാത്രമല്ല കുഞ്ഞാലിക്കുട്ടി മാത്രം തീരുമാനിച്ചാൽ അത് തീരുമാനം ആവാത്ത പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കാലത്തും ഇപ്പം കുഞ്ഞാലിക്കുട്ടിക്ക് ജീവിതകാലം കംപ്ലീറ്റ് ലീഗിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാരണം ഇതിൽ പ്രവർത്തകരുടെയിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പുതിയ യുവാക്കൾ കയറി വരുന്നത് ഒക്കെ, ഇപ്പം തങ്ങൾ കുടുംബത്തിലുണ്ടായ മാറ്റങ്ങൾ, ഇതൊക്കെ ലീഗിനെയും കൂടി ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ചില ആളുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞാലിക്കുട്ടിക്ക് ഇപ്പോഴും പറ്റുന്നുണ്ട്. UDF-ന്റെ അകത്ത് ചില തീരുമാനങ്ങളൊക്കെ പ്രഖ്യാപിക്കാനും അത് നടപ്പിലാക്കി എടുക്കാനൊക്കെ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കാണേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിൻ്റെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മറ്റൊരു നേതാവ് പാർലമെന്ററി രംഗത്ത് പിന്നെ ഉള്ളത് E.T. മുഹമ്മദ് ബഷീറാണ്. പക്ഷേ E.T. മുഹമ്മദ് ബഷീർ ഒരിക്കലും ഇത് രണ്ട് ഗ്രൂപ്പായിരുന്നല്ലോ. നേരത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മറ്റൊന്ന് അഖിലേന്ത്യാ മുസ്ലിം ലീഗും ആയിരുന്നു. ഇപ്പൊ ഇത് രണ്ട് യോജിച്ചതിന് ശേഷമാണ് E.T. മുഹമ്മദ് ബഷീറും അതുപോലെ തന്നെ ഈ കുഞ്ഞാലിക്കുട്ടിയും ഒറ്റ പാർട്ടി ആയെങ്കിൽ പോലും ഇവരിപ്പോഴും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാണ്. രണ്ടുപേരുടെയും ചിന്താധാരകളൊക്കെ വ്യത്യസ്തമാണ്. കുറച്ചും കൂടി തീവ്രമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളാണ് E.T. മുഹമ്മദ് ബഷീർ. കുറച്ചുകൂടി മിതവാദിയാണ് രാഷ്ട്രീയത്തിൽ. അതുപോലെ തന്നെ UDF-ലെ മറ്റ് ഘടകകക്ഷികളൊക്കെ ആയിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയും അതിന് കൃത്യമായ ഒരു ധാരണയൊക്കെയുള്ള നേതാവാണ് PK കുഞ്ഞാലിക്കുട്ടി എന്ന് നമ്മളിൽ കാണേണ്ടത്. അവിടെ കുഞ്ഞാലിക്കുട്ടിക്ക് ശക്തി കുറയുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലീഗിന് ശക്തി കുറയുന്നു എന്ന് തന്നെയാണ് നമ്മളിൽ കാണേണ്ടത്. അവിടെ ഏതെങ്കിലും തരത്തിൽ കുഞ്ഞാലിക്കുട്ടിയെ നിശബ്ദനാവുകയോ അല്ലെങ്കിൽ ശക്തി ക്ഷയിക്കുകയോ ചെയ്താൽ അത് ലീഗിനെ അത് ബാധിക്കും, UDF-നെ പോലും അത് ബാധിക്കുമെന്ന് നമ്മൾ കാണുന്നത്. ഈ പാലക്കാട് ഇപ്പോൾ രമേശ് പിഷാരടി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. കാരണം 100% വിജയം ഉറപ്പാണ്. സത്യപ്രതിജ്ഞയുള്ള ഡേറ്റ് വരെ തീരുമാനിച്ചിട്ടുണ്ട്, ആരെയൊക്കെ ക്ഷണിക്കണം എന്നൊക്കെയുള്ള. പിന്നെ മിനിസ്ട്രിയിൽ മന്ത്രിസ്ഥാനം വരെ രമേശ് പിഷാരടി ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് UDF ക്യാമ്പിനെ മൊത്തത്തിൽ അസ്വസ്ഥതപ്പെടുത്തത്തക്ക രീതിയിലാണ് LDF-ന്റെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടുള്ളത്. ഈ LDF-ന്റെ ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം VD സതീശൻ ഇത് പേയ്മെൻറ്റ് സീറ്റാണ് എന്നുള്ള രീതിയിൽ ഒരു 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 വ്യക്തതയില്ലാതെ അവ്യക്തമായിട്ടുള്ള ചില ജൽപ്പനങ്ങൾ നടത്തുന്ന സമയത്ത് പാലക്കാട് UDF-നെ സംബന്ധിച്ച് ഒരു ബാലികേറ മലയായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ടോ? നമ്മൾ പാലക്കാടിൻ്റെ ഒരു കഴിഞ്ഞ 10 വർഷത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ BJPക്ക് ഗ്രാജ്വലി ഉണ്ടായ വളർച്ച നമ്മളെ ഏവരെയും അസ്വസ്ഥപ്പെടുത്തുന്ന തരത്തിൽ തന്നെയാണ്. അതായത് UDF-നെയും LDF-നെയും വിഴുങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് അവിടുത്തെ BJPയുടെ ശക്തി അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ കാണണം. 3ാമത്തെ ടേമാണ് ഇപ്പം നഗരസഭാ ഭരണം BJPക്ക് കിട്ടുന്നത്. മാത്രമല്ല അതിൽ 2016 ശോഭാ സുരേന്ദ്രനാണ് അവിടെ സ്ഥാനാർത്ഥിയായിരുന്നത്, ഷാഫി പറമ്പിലിനെതിരെ സ്ഥാനാർത്ഥിയായിരുന്നത്. അവിടെ അന്ന് LDF-ന്റെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം എന്താ സംഭവിച്ചത്? 2021 ആരാ മത്സരിച്ചത്? സാക്ഷാൽ മെട്രോമാൻ ആണ് മത്സരിക്കുന്നത്, ഈ ശ്രീധരൻ. അന്ന് ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന
ഇന്നും അറിയപ്പെടുന്നുണ്ട്, അന്ന് അറിയപ്പെടുന്നതല്ല. അന്ന് മെട്രോമാൻ കുറച്ചുകൂടി വളരെ സജീവമായി നിൽക്കുന്ന കാലത്താണ് അദ്ദേഹത്തിനെ കളത്തിലിറക്കിക്കൊണ്ട് ആ മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് BJP ശ്രമിക്കുന്നത്. മെട്രോമാന് വലിയ സ്വീകാര്യതയുണ്ട്. അതായത് രാഷ്ട്രീയമൊന്നും അല്ലാത്ത തന്നെ വലിയ വികസന കാഴ്ചപ്പാടുള്ള ഒരു ആൾ എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ജയിക്കാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. നമുക്കറിയാം, കൗണ്ടിങ്ങിൻ്റെ അവസാന ഘട്ടം വരെ ഈ ശ്രീധരൻ മുന്നിൽ എന്നുള്ള വാർത്ത കൊണ്ടിരിക്കുന്നു. BJP പ്രവർത്തകർ പാലക്കാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പടക്കം പൊട്ടിച്ച ലഡു വിതരണം ചെയ്തു ആഹ്ലാദം നടക്കുന്നിടക്കാണ് അവസാന റീച്ചിലാണ് 3846 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ ജയിക്കുന്നത്. ഷാഫി പറമ്പിൽ 2011 മത്സരിക്കുന്ന സമയത്ത് അത്യാവശ്യം വോട്ട് കിട്ടി ജയിച്ച നേതാവാണ്. പക്ഷേ 2021 ആകുമ്പോഴേക്ക് അത് വലിയ രീതിയിൽ ഷാഫി തോറ്റു എന്ന് പറഞ്ഞ ഒരു അവസ്ഥ, അല്ലെങ്കിൽ BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നു പാലക്കാട് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടായി. ഈ 2024 നടന്ന ബൈ ഇലക്ഷനിലാണ് വലിയ BJPയിൽ തന്നെ വലിയ അന്തഃഛിദ്രങ്ങൾ ഉണ്ടാവുകയും ശോഭാ സുരേന്ദ്രൻ ആദ്യം സ്ഥാനാർത്ഥിയാവും എന്ന് തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക നേതൃത്വം ശോഭാ സുരേന്ദ്രനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അന്ന് K സുരേന്ദ്രനാണല്ലോ അധ്യക്ഷനായിരുന്നത്. അദ്ദേഹത്തിന് ശോഭാ സുരേന്ദ്രനുമായിട്ടുണ്ടായ ചില അഭിപ്രായ ഭിന്നതകൾ കാരണം അവിടെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അനുയായി എന്നുള്ള രീതിയിൽ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നു. പക്ഷേ BJPക്ക് വലിയ തിരിച്ചടി കിട്ടി. BJP ഒരുപക്ഷെ ജയിക്കാൻ പോലും സാധ്യതയുണ്ടായിരുന്ന സമയത്താണ് അവിടെ എല്ലാ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്, സന്ദീപ് വാര്യർ പാർട്ടി വിടുന്നത്, അവിടെ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇതെല്ലാം കോൺഗ്രസിന് ഗുണകരമായി. അന്ന് ഷാഫി പറമ്പിലിൻ്റെ അനുഗ്രഹാശിസോടുകൂടി അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ എന്നുള്ള രീതിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം അവിടെ മത്സരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് 18,840 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാകുന്നു. അദ്ദേഹത്തിന് വലിയ മേൽക്കൈ ഉണ്ടാകുന്നു, വലിയ സ്വീകാര്യത ഉണ്ടാകുന്നു. അങ്ങനെ ഈ മൂന്ന് ഇലക്ഷനിലും LDF 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ഇപ്പോഴും നമ്മൾ കാണേണ്ടത് അവിടെ LDFും UDFും തമ്മിലുള്ള മത്സരമല്ല നടക്കുന്നത്. അവിടെ UDFും അതുപോലെ തന്നെ NDAൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ കോൺഗ്രസും BJPയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടൽ നടക്കുന്ന ഒരു സ്ഥലമായി പാലക്കാട് മാറിയിരിക്കുന്നുള്ളതാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണേണ്ടത്. പക്ഷേ അപ്പോഴും ഈ അസ്വസ്ഥതയോട് കൂടിയിട്ട് എന്തിനാണ് ഈ ഒരു മുസ്ലിം നാമധാരിയുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തെ ഒരു പേയ്മെൻറ്റ് സീറ്റ് എന്നുള്ള രീതിയിൽ VD സതീശൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സണ്ണി ജോസഫോ അല്ലെങ്കിൽ KC വേണുഗോപാലോ ഒന്നും അതിനെ അനുകൂലിച്ച് രംഗത്ത് വന്നിട്ടുമില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. എന്താണ് മറ്റേ VD സതീശനെ അസ്വസ്ഥപ്പെടുത്തുന്നത്? VD സതീശനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പം പേയ്മെന്റ് സീറ്റ് എന്നുള്ള പ്രയോഗമൊക്കെ കേരളത്തിൽ എല്ലാ കാലത്തും നമ്മൾ കാണുന്നത് പേയ്മെന്റ് സീറ്റുകൾ എങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കരുണാകരന്റെ കാലത്ത് രഘുചന്ദ്രപാൽ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാനാർത്ഥി വരുന്നു. പേയ്മെന്റ് സീറ്റ് എന്ന് പറഞ്ഞാൽ രഘുചന്ദ്രപാൽ കരുണാകരൻ എന്തോ കാശ് കൊടുത്തിട്ട് ഉണ്ടാക്കിയെന്നല്ല. പക്ഷെ അന്ന് വരെ കേൾക്കാത്ത ഒരു പേര്, പുതിയൊരു പേര് നമ്മൾ കേൾക്കുന്നു. അദ്ദേഹം സ്ഥാനാർത്ഥിയാവുന്നു, അദ്ദേഹം ജയിക്കുന്നു, കരുണാകരൻ അനുഗ്രഹിച്ചുള്ള ജയിക്കുന്നു, അദ്ദേഹം എക്സൈസ് വകുപ്പ് മന്ത്രിയാവുന്നു. പിന്നീട് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഏറ്റുവാങ്ങിയത് അന്ന് 83 എക്സൈസ് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചതിൽ വിജിലൻസ് കേസുണ്ടായി. ആ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇന്നും പുറത്താണ്. വലിയ ആരോപണം ഉണ്ടായതാണ്. അന്ന് വലിയ തോതിൽ കാശ് മേടിച്ച് ഇങ്ങനെയാ പേയ്മെന്റ് സീറ്റ് എന്ന് പറയുന്നത്. നേരിട്ട് ചിലപ്പോൾ പൈസ കൊടുത്തില്ലെങ്കിൽ പോലും അവരെ കൊണ്ട് പിന്നീട് ഇത്തരത്തിലുള്ള പണിയെടുപ്പിക്കും. ഈ ആരോപണങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉന്നയിക്കുന്ന സമയത്ത് ഈ പ്രകടമായി രാഷ്ട്രീയത്തിൽ സജീവമല്ലാതിരിക്കുന്ന ഒരാൾ സ്ഥാനാർത്ഥിയായി പെട്ടെന്ന് അവതരിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം സരിനായിരുന്നു അവിടെ സ്ഥാനാർത്ഥി. സരിൻ്റെ സ്ഥാനാർത്ഥിത്വം വലിയ രീതിയിൽ ചർച്ചയാവുകയൊക്കെ ചെയ്ത കോൺഗ്രസ് വിമതനായി വന്ന് പിന്നീട് LDFിൽ ചേർന്ന് അദ്ദേഹം എന്തുകൊണ്ടാണ് സരിന് ഇത്തവണ സ്ഥാനാർത്ഥിയാക്കായിരുന്നത്? ഏറ്റവും വാശി പിടിച്ചിട്ടാണ് അവിടെ സ്ഥാനാർത്ഥിയാവുന്നത്. കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചപ്പോൾ കോൺഗ്രസിനോട് വെല്ലുവിളിച്ച് സ്ഥാനാർത്ഥിയാകാൻ വന്ന സരിനെ ഇത്തവണ എന്തുകൊണ്ട് CPM അവിടെ സ്ഥാനാർത്ഥിയാക്കിയില്ല? പകരം ഒട്ടും ജനങ്ങൾക്ക് പരിചിതമല്ലാത്ത മറ്റൊരു വ്യവസായിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോഴാണ് ഈ ആരോപണം നേരിടേണ്ടി വരുന്നത്. ഇത് വലിയ വിഷയമാണ്. അപ്പം അവിടെ 3 പ്രാവശ്യം 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട ഒരു മുന്നണി, കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന, കേരളത്തിൽ തരംഗം ഉണ്ടായപ്പോൾ പോലും 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയ ഒരു LDF സ്ഥാനാർത്ഥിത്വം എന്തുകൊണ്ട് ഒരു ശക്തനായ ഒരു സ്ഥാനാർത്ഥിയിലേക്ക് വന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതുണ്ട്. അത് VD സതീശൻ ഉന്നയിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്കത് അങ്ങനെ തള്ളി പറയാൻ പറ്റുമോ? VD സതീശൻ അത് ഉന്നയിക്കേണ്ട ആളാണ്. അതെ, അദ്ദേഹത്തെ ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് അതിന് മറുപടി കൊടുക്കേണ്ട ഉത്തരവാദിത്വം LDFിനുണ്ട്, CPM നേതൃത്വത്തിനുണ്ട്. പിന്നെ രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കിയതും മമ്മൂട്ടിയുടെ മമ്മൂട്ടിയെ പാലക്കാട് കൊണ്ടിരുന്നു. മമ്മൂട്ടിനെ പാലക്കാട് കണ്ടില്ല, ഏതാണ്ട് 100-ലേറെ ചിത്രങ്ങൾ ചിത്രീകരിച്ച സ്ഥലമാണ് പാലക്കാട് പരിസരവും. അവിടെ പോയി ഇനി മമ്മൂട്ടിനെ ആരെങ്കിലും കൊണ്ട് കാണിക്കേണ്ടിയുണ്ടോ? അതുകൊണ്ട് മമ്മൂട്ടിയെ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നതൊന്നും ഒരു അർത്ഥമില്ല. മമ്മൂട്ടിയെ കൊണ്ടുവന്നത് കൊണ്ട് മാത്രം അവിടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ പറ്റില്ല. അദ്ദേഹം വികസന കാഴ്ചപ്പാടാണ് പറയേണ്ടത്.
ഇപ്പം നമുക്കറിയാലോ രാഹുൽ മാങ്കൂട്ടായിരുന്നല്ലോ യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥി ആവേണ്ടിയിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ആരോപണങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ, ലൈംഗിക ആരോപണങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടം വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമായിരുന്ന സ്ഥലം കൂടിയാണ് പാലക്കാട് നമ്മൾ ഇതിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനാണ് BJP-യെ 2ാം സ്ഥാനത്തേക്ക് പിന്നെ ഉയർത്തിയത്, പിടിച്ചുയർത്തിക്കൊണ്ടുവന്നത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ വീണ്ടും അവിടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ യഥാർത്ഥത്തിൽ കുറച്ചും കൂടി നല്ലൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ വേണ്ടി ആര് ശ്രമിക്കണമായിരുന്നു? CPM ശ്രമിക്കണമായിരുന്നു, കോൺഗ്രസ് ശ്രമിക്കണമായിരുന്നു. ഇവർ രണ്ടുപേരും അത് ശ്രമിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു ഡീൽ. ഇവിടെ വിഷയം. അതുകൊണ്ട് പാലക്കാടിലാണ് യഥാർത്ഥത്തിൽ തീപ്പാറുന്ന മത്സരം നടക്കാൻ പോകുന്നത്. കാരണം ശോഭാ സുരേന്ദ്രനാണ് തീപ്പൊരി നേതാവാ ശോഭാ സുരേന്ദ്രന് രാഷ്ട്രീയമല്ലാത്ത തരത്തിൽ തന്നെ വ്യക്തിബന്ധങ്ങൾ ഉള്ള സ്ഥലം കൂടിയാണ്. അവരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല പാലക്കാട്ടുകാർക്ക്, കാരണം അവരുടെ നേരത്തെ സ്ഥാനാർത്ഥിയായിരുന്നു. അതുകൊണ്ട് ഈ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥി എന്നുള്ളത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. അല്ലാണ്ട് ഏറ്റവും അവസാനം പ്രഖ്യാപിച്ചല്ല. സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ കഴിഞ്ഞതിന് അവസാനമാണെങ്കിൽ CPM-നും അതുപോലെ തന്നെ കോൺഗ്രസിനും ഒരുങ്ങാൻ പറ്റിയില്ല എന്ന് പറയാം. അപ്പോൾ ഇത്തരത്തിൽ വളരെ രാഷ്ട്രീയപരമായി തിരിച്ചടി കിട്ടാൻ സാധ്യതയുള്ള സ്ഥലം എന്നുള്ള രീതിയിൽ പാലക്കാടിന് എന്തുകൊണ്ടാണ് ഈ രണ്ട് മുന്നണികളും സീരിയസ് ആയി എടുത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയുണ്ട്.